എല്ലാവർക്കും മനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു ലഞ്ച് കോംബോ അല്ലെങ്കിൽ ലഞ്ച് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചോറ് വെക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ. മുന്നേ ഉള്ള ലഞ്ച് വീഡിയോകളിൽ പലതിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യാത്തത്. നിങ്ങൾ സാധാരണ എങ്ങനെയാണോ വെക്കുന്നത് ആ രീതിയിൽ തന്നെ ചോറ് വെച്ചാൽ മതി. ഇത് ഞാൻ മട്ടാരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏത്തപ്പഴം പുളിശ്ശേരി ഉണ്ടാക്കി വെക്കാം. പുളിശ്ശേരി കുറച്ച് സമയം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് അതിനകത്തോട്ട് ആ ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യം അത് ഉണ്ടാക്കാം. ഞാനിവിടെ നല്ല പഴുത്ത ഒരു മീഡിയം സൈസിലുള്ള ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞു വയ്ക്കാം. ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വയ്ക്കാം. പുറമേ കുറച്ച് കറുപ്പൊക്കെ വന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്, നല്ല പഴുത്തത്. അപ്പോൾ ഈ പുളിശ്ശേരി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. വെള്ളം ഒഴിച്ചല്ല നമ്മൾ ഏത്തപ്പഴം വേവിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഇടാം. ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം ഇങ്ങനെ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെള്ളം ഒഴിച്ച് വേവിക്കുന്നേക്കാളും ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വഴറ്റി കൊടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കണം. ഇതിനകത്ത് വെള്ളം ഒഴിക്കരുത്. ഏറ്റവും ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ തന്നെ ഇരുന്ന് വെന്താൽ മതി. നല്ലതായിട്ട് സോഫ്റ്റ് ആവണം. നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് നോക്കണം, അത് കരിഞ്ഞൊന്നും പോകരുത്. വെന്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കത് അടച്ചു വയ്ക്കാം. ഈ സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കാം. ഞാനിവിടെ 2 ചെറിയ പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി വേണം. അതും തേങ്ങയിലോട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ വെളുത്തുള്ളി ചേർത്തു. ഇനി ഇതിൽ ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/4 കപ്പ് തൈര് ചേർക്കണം. കുറച്ച് പുളിയുള്ള തൈരാണ് പുളിശ്ശേരിക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിനകത്തോട്ട് 1/4 കപ്പ് തൈര് ഒഴിക്കാം. ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അരയൊന്നും വേണ്ട, തൈരൊന്ന് മിക്സ് ആയാൽ മതി. ഈ സമയം കൊണ്ട് ഏത്തപ്പഴം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു. ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വെന്ത ഉടനെ തന്നെ ഞാനതങ്ങ് ഓഫ് ചെയ്തു. ഇത് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരുപാട് മൊരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഒത്തിരി മൊരിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ നമ്മൾ ചേർക്കുന്ന കൂട്ടിലോട്ട് മിക്സ് ആവത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വേവുമ്പോൾ തന്നെ അതങ്ങ് ഓഫ് ചെയ്യണം. വീണ്ടും സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ, തൈരും കൂടി ചേർത്തിട്ടുള്ള അരപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് തീ ഏറ്റവും കുറച്ച് വെക്കണം. കാരണം ഇതിന് തിളയ്ക്കാൻ പാടില്ല, നല്ലതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇളക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്പൂൺ വെച്ച് ഏത്തപ്പഴം ഉടച്ചു കൊടുക്കണം. നല്ലതായിട്ട് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്തോട്ട് ആ അരപ്പിലോട്ടൊക്കെ അതിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് വരും. അപ്പോൾ ഇളക്കുന്നതിൻ്റെ കൂടെ ഇതുപോലെ സ്പൂൺ വെച്ച് ഉടയ്ക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതിനകത്ത് ചേർത്തിരിക്കുന്ന ആ തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നെ ഒരു കാര്യം, ഇത് ഒത്തിരി ലൂസ് ആവാൻ പാടില്ല. കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിലായിരിക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒത്തിരി ലൂസായി കഴിഞ്ഞാലും ആ ഏത്തപ്പഴത്തിൻ്റെ ഒന്നും ടേസ്റ്റ് നന്നായിട്ട് അതിനകത്തോട്ട് വരത്തില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്, ഏകദേശം റെഡിയാണ്. കുറച്ചും കൂടി ഉപ്പിടുവാണ്. ഏത്തപ്പഴം വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണക്കാക്കി ഇടണം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏത്തപ്പഴം പുളിശ്ശേരി റെഡിയാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് കഴിക്കണം. അപ്പോൾ ആ ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ നല്ലതായിട്ട് അതിനകത്തോട്ട് വരും. ഇത് ശരിക്കും ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാവും. ചോറിന് നല്ലൊരു കറിയാണ്. അപ്പോൾ ക്യാബേജ് മെഴുക്കുവരട്ടിക്കായിട്ട് ഒരു മീഡിയം സൈസിലുള്ള ക്യാബേജ് ഇതുപോലെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1-2 പച്ചമുളക് നീളത്തിന് അരിഞ്ഞതും ഒരു ചെറിയ സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവോള ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി.
സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. പൊടികൾ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. പൊടികളുടെ പച്ചപ്പ് നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാബേജ് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി കറിവേപ്പില ഇടുവാണ്. ആവശ്യത്തിന് ഉപ്പിടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ സവാള കുറവും ക്യാബേജ് കൂടുതലായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ, ക്യാബേജ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നല്ലതായിട്ട് അത് ചുരുങ്ങും, നല്ലതായിട്ട് വാടി വരും. അപ്പോൾ ആ സവാളയുടെ അളവ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തു. ഇതിന് നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കരുത്. വെറുതെ ഇങ്ങനെ ഏറ്റവും ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ക്യാബേജ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ തീ കൂട്ടിയിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പോവാണ്. അതൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 1/2 മിനിറ്റ് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതൊന്ന് മുരിഞ്ഞ് വരണം, നല്ലൊരു മണം വരും. ഇപ്പോൾ ക്യാബേജ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ക്യാബേജ് മെഴുക്കുവരട്ടി റെഡി. ഇനി നമുക്ക് ഓംലെറ്റും കൂടി ഉണ്ടാക്കിയാൽ മതി. ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതോ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വരും. ഇനി 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഓംലെറ്റിൽ ചേർക്കുന്ന സാധനങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം കേട്ടോ. കറക്റ്റ് അളവൊന്നും വേണമെന്നില്ല. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഓംലെറ്റ് കഴിക്കുമ്പം ഇഞ്ചി കടിക്കരുത്, അത്രയും ചെറുതായിട്ട് അരിയണം. ഇനി കുറച്ച് തേങ്ങ ചിരകിയത് ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തത്. കുറച്ച് കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നന്നായിട്ട് അടിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുവാണ്. ഞാനിതിടാൻ മറന്നുപോയതാട്ടോ. ഒന്നിങ്ങനെ മുറിച്ച് ചേർക്കാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കറിവേപ്പില ചേർക്കുമ്പോൾ. അപ്പോൾ ഓംലെറ്റിനുള്ള മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ മുട്ട ഒഴിക്കാം. ഇതൊരു 1-2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നല്ലതായിട്ടൊന്ന് സെറ്റായി കിട്ടും. തിരിച്ചിടാനൊക്കെ എളുപ്പമായിരിക്കും. ഒന്നാമത് ഞാൻ ഓംലെറ്റ് തിരിച്ചിടാൻ ഭയങ്കര പോറാണ് കേട്ടോ. ഞാൻ എപ്പോഴും തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഇതിന് ഞാൻ തിരിച്ചിടുവാണ്. കുറച്ചൊക്കെ പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നല്ല അടിപൊളി ഓംലെറ്റും റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാ സാധനങ്ങളും റെഡിയാണ്. ഇനി നമുക്ക് ഊണ് വിളമ്പിയാൽ മതി. നല്ല മട്ടരി കൊണ്ടുള്ള ചോറ്, ക്യാബേജ് മെഴുക്ക് വരട്ടി, നല്ല അടിപൊളി മുട്ട ഓംലെറ്റ്, കുറച്ച് മാങ്ങ അച്ചാർ, പിന്നെ ഏത്തപ്പഴം പുളിശ്ശേരി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഊണ് റെഡി ആയിട്ടുണ്ട്. ഇത് 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.